നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശക്തമായ മഴയിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് കുടിൽ തകർന്നു. വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് തകർന്നത്. പുനലൂർ പത്തനാപുരം പാതയിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾക്ക് പരിക്കേറ്റു. കാർ സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി. യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. സംഘത്തിൽ ഉൾപ്പെട്ട യുവാക്കൾ അറസ്റ്റിൽ. കൊല്ലം താമരക്കുളം പുകയില പണ്ടകശാല സ്വദേശികളാണ് അറസ്റ്റിലായത്. മുൻവിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. അമൃത് ഭാരത് പദ്ധതി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അടുത്ത മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് കുടിൽ തകർന്നു. വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് തകർന്നത്. എൻ്റെ പിന്നിലായിട്ട് കാണാം ഒരു ഷെഡിൻ്റെ മണ്ടയിലൂടെ ഇന്നലെ രാത്രിയിൽ മരം ഒടിഞ്ഞു വീണു. അതിനകത്ത് ആളുണ്ടായിരുന്നു. രാധാമണി എന്ന് പറയുന്ന സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ കോഴിക്കൂട്ടിനകത്ത് കോഴിയുണ്ടായിരുന്നു. അവരുടെ റൂമിനകത്തിരുന്ന അലമാരയുടെ മണ്ടയിൽ ഈ റബ്ബർ മരത്തിൻ്റെ ശിഖരങ്ങൾ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവിടെ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ മരം മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് കൂറ്റൻ റബ്ബർ മരം ഒടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നത്. ഇവിടെ താമസിച്ചിരുന്ന രാധാമണി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വീട് പൂർണ്ണമായി തകർന്നതോടെ താമസിക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയിലാണ് രാധാമണി. സംഭവം അപ്പോഴത്തേന് കയറി കിടന്ന് അങ്ങനെ സൗണ്ട് കേട്ടും കൊണ്ട് എഴുന്നേക്കുന്നതിന് മുമ്പേ മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞു. ഒരലമാര ഇരുന്നതുകൊണ്ട് ജീവൻ രക്ഷിച്ചിങ്ങനെ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും ഒക്കാതെ വന്നു പോയി. ഇത്രയും കാലമായി 10-15 വർഷം ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇനി ഒരു മാടം ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാത്തതാണ് ഞാൻ എന്ത് വേണമെന്നുള്ള ഇതിൽ നിൽക്കുവാണ്. ഇത്തരത്തിൽ നിരവധി കുടിലുകൾക്ക് മുകളിൽ ഏതു സമയവും ഒടിഞ്ഞു വീഴാറായി റബ്ബർ മരങ്ങൾ നിൽപ്പുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭാഗത്തുനിന്ന് ഒരുപടി മണ്ണ് കിട്ടിയപ്പോഴും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സമരഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഈ മരം നിൽക്കുന്ന നമ്മുടെ പുറയിൽ നിൽക്കുന്ന മരം ഒരു ജീവനേലും ഇവിടെ അപകരിച്ചു പോകും. അതിനായിട്ട് സർവ്വദൈവത്തെയും വിളിച്ചാണ് നമ്മളിവിടെ കിടക്കുന്നത്. പ്രായമുള്ള അമ്മമാരും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും ഇവിടെ ജീവനെ ഭയന്നാണ് കിടക്കുന്നത്. ഈ മരം മുറിക്കാൻ സമ്മതിക്കാത്തതിനാൽ നമ്മളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി തരാൻ വേണ്ടി സമരഭൂമിക്കകത്ത് നിൽക്കുന്ന മരങ്ങൾ മൊത്തം അടികൊണ്ട് കംപ്ലീറ്റ് പോയി. എല്ലാം ഉണങ്ങി നിൽക്കുക മരങ്ങൾ. ഈ അടുത്ത കാറ്റത്തും മഴയത്തും എങ്ങനെയാണെങ്കിലും ഷെഡിൻ്റെ മണ്ടയ്ക്ക് വീണ് ആൾക്കാർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടി മാറ്റി ഇവിടുന്ന് മാറ്റണമെന്നുള്ളത് താല്പര്യപ്പെടുന്നു. അരിപ്പ സമരഭൂമിയിൽ ഭൂമിക്കായി സമരം നടത്തിയവർക്ക് LDF സർക്കാരിന്റെ കാലത്ത് മുൻ MLA PS സുബാലിന്റെ ഇടപെടൽ മൂലം പട്ടയം ലഭിച്ചിരുന്നു. എന്നാൽ ചില ഭൂമിയിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ താമസം നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുടിലുകൾക്ക് മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയരുന്നത്. ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പിന്നെ എല്ലാ മരങ്ങളും കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ്. എപ്പോഴായാലും കെട്ടിടത്തിൻ്റെ പുറത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മരം മുറിച്ച് മാറ്റിയാൽ കൊള്ളാം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ പത്തനാപുരം പാതയിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾക്ക് പരിക്കേറ്റു. കാർ സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. കാർ യാത്രികരായ സ്ത്രീകൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു.
പത്തനാപുരത്തു നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോയ കാർ പുനലൂർ ഭാഗത്തു നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനത്തെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നെടുമങ്കാവ് സ്വദേശികളായ ശൈലജ, ഭർത്താവ് ജയൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ശൈലയുടെ ചികിത്സയ്ക്കായാണ് ഇവർ പുനലൂരിൽ എത്തിയത്. ചികിത്സ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു അപകടം. കാറിനടിയിൽ കുടുങ്ങിക്കിടന്ന ബൈക്ക് ഓടിച്ചിരുന്ന ജയനെ ഏറെ ബുദ്ധിമുട്ടിയാണ് സ്ഥലത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കോട്ടയം അകലക്കുന്നം സ്വദേശിയായ രാജു വി ജോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. കാറിലുണ്ടായിരുന്നത് സ്ത്രീകളാണ്. ഇവർ സംഭവ സ്ഥലത്തു നിന്നും ഉടൻ തന്നെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ ദമ്പതികൾ നിലവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഘത്തിൽ ഉൾപ്പെട്ട യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കൊല്ലം താമരക്കുളം പുകയില പണ്ടകശാല സ്വദേശികളാണ് അറസ്റ്റിലായത്. മുൻവിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം വലിയകട സ്വദേശിയായ യുവാവിനെയും സുഹൃത്തുക്കളെയുമാണ് ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുൻവിരോധത്താൽ യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഘത്തിലെ യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. താമരക്കുളം പുകയില പണ്ടകശാല ആറ്റുകാൽ പുരയിടത്തിൽ അംജിത്ത്, ആഷിഖ് മൻസിലിൽ ഇസഹാക്ക് എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലം വലിയകട സ്വദേശിയായ യുവാവിനെയും സുഹൃത്തുക്കളെയുമാണ് ഇവർ ആക്രമിച്ചത്. ഇവർക്കെതിരെ യുവാവ് നൽകിയ കേസ് പിൻവലിക്കാത്തതിനെ തുടർന്നുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിന് സമീപം നിന്ന യുവാവിനെയും സുഹൃത്തുക്കളെയും യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്കായുള്ള അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യം കയറ്റിപ്പോയ വാഹനം മരത്തിലിടിച്ച് മറിഞ്ഞു. കൊല്ലം തേനി ദേശീയപാതയിൽ ആനയടി കോട്ടപ്പുറം ജംഗ്ഷനിലായിരുന്നു അപകടം. വാടിയിൽ നിന്നും ചെങ്ങന്നൂർ കൊല്ലകടവിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം തേനി ദേശീയപാതയിൽ ആനയടി കോട്ടപ്പുറം ജംഗ്ഷനിലായിരുന്നു അപകടം. കൊല്ലം വാടി കടപ്പുറത്തു നിന്നും മത്സ്യവുമായി ചെങ്ങന്നൂർ കൊല്ലകടവിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടം. മത്സ്യം കയറ്റിപ്പോയ ലോറി റോഡരികിലെ മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. ഇതേ തുടർന്ന് പെട്ടികളിലുണ്ടായിരുന്ന മത്സ്യം പൂർണ്ണമായും റോഡിലായി. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. പിന്നീട് മറ്റൊരു ലോറി എത്തിച്ചാണ് മത്സ്യം പൂർണ്ണമായും നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഞ്ചൽ ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. പുനലൂർ, കുളത്തൂപ്പുഴ, ചണ്ണപ്പേട്ട, ആയൂർ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ്. ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് അഞ്ചലിൽ എത്തുന്നത്. 1 വർഷം മുമ്പാണ് അഞ്ചൽ ടൗണിലെ പഴയ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് വക കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം ഇതോടെ നിലച്ചു. പഞ്ചായത്തിൽ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചതോടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചു നീക്കുകയായിരുന്നു. ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി അഞ്ചൽ ചന്തമുക്കിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനവും ഭാഗികമായി മാത്രമാണുള്ളത്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന അഞ്ചൽ നഗരത്തിലാണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥിതിയുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യമായി ഒരു പാസ് വേണം, ബുദ്ധിമുട്ടാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ സമയത്താണെങ്കിലും അങ്ങേറ്റവും കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു. അധികാരം ഇടപെട്ട് ഇത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഞ്ചൽ ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ച ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും ഒപ്പം യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ആൾക്കാരാണ് വരുന്നത്. സ്ത്രീകളും എല്ലാവരും ബുദ്ധിമുട്ടോടെ ഒരു ബാത്റൂം ഇല്ലാതെ ഇവിടെ ബാത്റൂം എന്തിയെ എവിടെന്ന് ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ താഴെ മാർക്കറ്റ് ഏജൻസിയിൽ പോകാൻ പറഞ്ഞാൽ വിടുന്നത്. അവരോട് 30 രൂപ കൊടുത്ത് മാർക്കറ്റ് ഏജൻസിയിൽ പോയി ബാത്റൂമിൽ പോകണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ്. ജനങ്ങളുടെ വിധിയെഴുത്താണ് ഉണ്ടായത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരായ വിധിയെഴുത്താണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ UDFിലെ ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചത് BJPയുമായി ഡീൽ ഉണ്ടാക്കിയിട്ടല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരായാണ് ജനങ്ങൾ വിധിയെഴുതിയത്, അല്ലാതെ ഡീൽ ഉണ്ടാക്കി ഉള്ള വിജയമല്ല നേടിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷക്കാലം MLA ആയിരുന്ന ശ്രീ KV ഗണേഷ് കുമാർ ആയിക്കോട്ടെ, 3 ടേൺ UDF ആണ് ആയിക്കോട്ടെ, അദ്ദേഹം ഇവിടെ
ആക്ഷേപാർഹമായി BJP ഡീലിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു BJP ഡീലിൻ്റെ ആവശ്യം ഈ നിയമമണ്ഡലത്തിലില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ മതേതര വിശ്വാസികളും ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രത്തെ വിശ്വാസികളും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് വിജയിക്കപ്പെടുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ നിന്ന് കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതിയ സംഭവവാസം ഉണ്ടാക്കുവാൻ ഒരു ഭരണകക്ഷി MLA എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിലോ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ ഒരു ചോദ്യമാണ്. MLA-മാർക്ക് ധാരാളം ഫണ്ടുണ്ട്. ആ ഫണ്ടുകൾ വിനിയോഗിച്ച് ഏതൊരു പാവപ്പെട്ടവൻ നാളെ വിദ്യാസമ്പന്നല്ലാത്തവൻ ഒരാൾ MLA ആയാൽ പോലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും, റോഡ് വികസനം ചെയ്യാൻ കഴിയും. പത്തനാപുരത്തെ UDF-ന്റെ വിജയം കോൺഗ്രസ് BJP ഡീലാണെന്ന് കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുമാരനാശാൻ ഗ്രന്ഥശാലയുടെ നഴ്സസ് അവാർഡ് കൊല്ലക സ്വദേശി S റജീനയ്ക്ക് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 17-ന് വൈകിട്ട് 4-ന് കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നമ്പിശ്ശേരിൽ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള നമ്പിശ്ശേരിൽ D ശാന്തമ്മ സ്മാരക നെയ്സസ് അവാർഡാണ് കൊല്ലക തച്ചൻപറമ്പിൽ S റജീനയ്ക്ക് സമ്മാനിക്കുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ നാരായണക്കുറുപ്പ് ചെയർമാനായ 5-അംഗ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറായ റജീന 33 വർഷമായി നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുകയാണ്. 2007-ൽ മികച്ച നഴ്സിംഗ് സേവനത്തിന് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും 2015-ൽ റോട്ടറി ക്ലബിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 17-ന് വൈകിട്ട് 4-ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രന്ഥശാല സെക്രട്ടറി TM ആൽഡ്രിൻ, ജോയിന്റ് സെക്രട്ടറി S ഇന്ദുലേഖ, S രാജൻ എന്നിവർ അറിയിച്ചു. കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലും നമ്പിശ്ശേരിൽ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നമ്പിശ്ശേരിൽ D ശാന്തമ്മ സ്മാരക നഴ്സസ് അവാർഡ് 2026 അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസസ് 2026 ഏപ്രിൽ 7-ാം തീയതിയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചത്. വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇതിന് ലഭിച്ചത്. അവാർഡ് ജേതാവിന് നമ്മൾ 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നമ്മൾ നൽകുന്നത്. ഈ അവാർഡ് ജൂറിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ നാരായണക്കുറുപ്പാണ്. പ്രശസ്തരായിട്ടുള്ള 5 വ്യക്തികളടങ്ങുന്ന ജൂറിയാണ് ഈ അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഏൽപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യവും നല്ല രീതിയിൽ നമ്മൾ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് അവാർഡ് പോകുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുക്കുകയും അത് പ്രകാരം വന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആ ജൂറി കണ്ടെത്തിയ റജീന നല്ല മികച്ച നേഴ്സ് തന്നെയാണ്, നമുക്കറിയാവുന്നതാണ്. തിരഞ്ഞെടുപ്പിലും മറ്റ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ നല്ല എല്ലാ വർഷവും അടുത്ത വർഷവും നമ്മൾ ഇതേപോലെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ വശങ്ങളിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. ഇത് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. ദേശീയപാത 66-ൽ ചവറ ശങ്കരമംഗലം കുടുംബ കോടതിക്ക് മുന്നിലാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസ് ശ്രദ്ധിക്കുന്നില്ലെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു. വാഹനങ്ങളിൽ കൊല്ലത്തേക്കും കരുനാഗപ്പള്ളിയിലേക്കും പോകുന്നവരും കോടതിയിൽ എത്തുന്നവരുടെ വാഹനങ്ങളുമാണ് ചവറ ശങ്കരമംഗലം കുടുംബ കോടതിക്ക് സമീപം അനധികൃതമായി റോഡരികിൽ പാർക്ക് ചെയ്യുന്നത്. ഇതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഇവിടെ വർദ്ധിച്ച ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതിനാൽ പലപ്പോഴും ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും അപകടത്തിൽപ്പെടാറുണ്ട്. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങളുടെ അശ്രദ്ധമായ പാർക്കിംഗ് ചൊവ്വാഴ്ച രാവിലെ അപകടത്തിനും കാരണമായി.
കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറി വലതുഭാഗത്തെ കുഴിയിലേക്ക് താഴുകയായിരുന്നു. വാഹനത്തിന് കടന്നുപോകാൻ ആവശ്യമായ സ്ഥലമില്ലാതിരുന്നതാണ് അപകട കാരണമായത്. ചവറ പോലീസ് സ്റ്റേഷൻ സമീപത്തുണ്ടെങ്കിലും കോടതിക്ക് മുന്നിൽ സർവീസ് റോഡിന്റെ വശത്തായുള്ള പാർക്കിംഗ് നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണ ഇത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതികൾ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. അനധികൃത പാർക്കിങ്ങും ഒപ്പമുണ്ടാകുന്ന ഗതാഗത കുരുക്കും ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അടുത്ത മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. 2 വർഷത്തിലധികമായി നവീകരണം മന്ദഗതിയിലായിരുന്നു. രാജ്യത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുന്ന അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നവീകരണങ്ങളാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി മെല്ലെപ്പോക്കിലായിരുന്ന പ്രവൃത്തികൾ ഇപ്പോൾ വേഗത്തിലായിട്ടുണ്ട്. അടുത്ത മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കരാറുകാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും വൈകുമോ എന്ന ആശങ്കയുമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ച പാർക്കിംഗ് സ്ഥലത്ത് നിലം കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾ കയറ്റാനുള്ള റാമ്പിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. വൈദ്യുതീകരണ ജോലികളും നടക്കാനുണ്ട്. ഏകദേശം 600 ചതുരശ്ര മീറ്റർ ഭൂമിയിൽ മേൽക്കൂരയോടുകൂടി ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലം പൂർത്തിയാകുന്നതോടെ 24 കാറുകളും 240 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ. തുറസായ സ്ഥലത്ത് 68 ഇരുചക്ര വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ കഴിയും. ചൌക്കയിൽ നിന്ന് സ്റ്റേഷനിലേക്കുള്ള റോഡിലെ കവാടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു. ഇതിൽ പെയിന്റിംഗ് ജോലികൾ നടന്നു വരികയാണ്. സ്റ്റേഷനുള്ളിൽ യാത്രക്കാർക്കായുള്ള കാത്തിരിപ്പ് മുറിയുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. 2ാം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ലിഫ്റ്റിന്റെ ക്യാബിനുള്ളിലെ നീർവാർച്ചയും പരിഹരിച്ചു. പ്രധാന സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മരാമത്ത് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി പ്രവൃത്തികൾ പൂർത്തിയായാലേ സ്റ്റേഷൻ മുറ്റത്തെ വാഹന പാർക്കിംഗ് അവസാനിപ്പിച്ച് പൂന്തോട്ടം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യാനാകൂ. കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റേഷൻ പരിശോധിക്കാനെത്തിയ മധുര ഡിവിഷണൽ മാനേജർ ഓംപ്രകാശ് മീണ പ്രവൃത്തികൾ അനിശ്ചിതമായി വൈകുന്നതിന് ബന്ധപ്പെട്ട അധികൃതരെ ശാസിച്ചിരുന്നു. അമൃത ഭാരത് പദ്ധതി പ്രകാരം ഒട്ടേറെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിലായിരുന്നു DRMന്റെ സന്ദർശനം. രാജ്യത്തെ 1000 ചെറു സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രക്കാർക്കുള്ള സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനാണ് അമൃത് ഭാരത് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലം ചെങ്കോട്ട പാതയിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട കേരളത്തിലെ ഏക സ്റ്റേഷനാണ് പുനലൂരിലേത്. 2024 ഫെബ്രുവരിയിലാണ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലക്ഷങ്ങൾ മുടക്കി നിരീക്ഷണ ക്യാമറ വരെ സ്ഥാപിച്ചിട്ടും ചന്ദനത്തോപ്പ് ITയുടെ പരിസരത്തെ മാലിന്യ നിക്ഷേപം തടയാനാകുന്നില്ല. പെരിനാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. റെയിൽവേ സ്റ്റേഷനും ITയ്ക്കും ഇടയിലെ റെയിൽവേ ഭൂമി മാലിന്യത്താൽ നിറയുന്നു. അറവുശാലയിലെ മാലിന്യം മുതൽ കാലഹരണപ്പെട്ട മരുന്നുകൾ വരെ തള്ളുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷനും ITയ്ക്കും ഇടയിലെ റെയിൽവേ ഭൂമി. 1000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ITയ്ക്ക് തൊട്ടു മുന്നിലാണ് മാലിന്യം കുന്നുകൂടുന്നത്. തെരുവു നായ്ക്കൾ മാലിന്യം പരിസരത്തെ വീടുകളിലും ITയിലും കൊണ്ടിടുന്നതും പതിവാണ്. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് നിരീക്ഷണവും ആരംഭിച്ചു. ക്യാമറയുടെയും നിരീക്ഷകരുടെയും കണ്ണുവെട്ടിച്ചാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത്. കുറച്ചു ദിവസങ്ങളിലായി രാത്രിയിൽ ശുചിമുറി മാലിന്യവും ഇവിടെ തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ മാലിന്യം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തി. രാത്രി 12നും പുലർച്ചെ 4നും ഇടയിലാണ് ശുചിമുറി മാലിന്യവുമായി ടാങ്കർ ലോറി എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതിനാൽ ഇവരെ പിടികൂടാൻ കഴിയുന്നില്ല. സമീപത്തെ നിരീക്ഷണ ക്യാമറകളിൽ വാഹനങ്ങളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 2 ദിവസമായി മഴ പെയ്തതോടെ മാലിന്യം അഴുകി പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെടുകയാണ്. രാത്രി നിരീക്ഷണം ശക്തമാക്കണമെന്നും കൂടുതലിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് കുടിൽ തകർന്നു. വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ ഭാരതീപുരം സ്വദേശിനി രാധാമണിയുടെ കുടിലാണ് തകർന്നത്. പുനലൂർ പത്തനാപുരം പാതയിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾക്ക് പരിക്കേറ്റു. കാർ സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം സമീപത്തെ 2-വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി. യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. സംഘത്തിൽ ഉൾപ്പെട്ട യുവാക്കൾ അറസ്റ്റിൽ. കൊല്ലം താമരക്കുളം പുകയില പണ്ടകശാല സ്വദേശികളാണ് അറസ്റ്റിലായത്. മുൻവിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്.
അമൃത് ഭാരത് പദ്ധതി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അടുത്ത മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.